ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ജുവൽ നെക്ക്. ആ ഒരു പാറ്റേണിൽ വെറൈറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റം ആണിത്. ഹാൻഡ് വർക്ക് കണ്ടാൽ നിങ്ങൾ യൂഷ്വലി ചെയ്യുന്നൊരു നെക്ക് ലൈനിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് മെറ്റീരിയൽസ് അല്ല, കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് മെറ്റീരിയൽസ് ആണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് നെക്കാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയാൻ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് ഡാർക്ക് കളേഴ്സിലാണ്. സോ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവരെന്നല്ല, പേസ്റ്റൽ ഷെയ്ഡ്സ്, ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. 3 കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കളർ ഷെയ്ഡ്സ് ആണ്. ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്ത സെയിം ഒരു ഷെയ്ഡാണ്, ബേബി ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ ഒരു ക്ലോസ് ഇങ്ങനെയാണ്. ട്രാൻസ്പെറൻറ്റ് നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്ക് ലൈൻ കണ്ടോ, നമ്മൾ യൂഷ്വലി ഒരു യു നെക്ക് ലൈൻ, ഒരു ഡീപ്പ് യു നെക്ക് ലൈൻ ആണ് കാണുന്നത്. ബട്ട് ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കളർ ഷെയ്ഡിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല റെയർ ആയിട്ടുള്ള ഷെയ്ഡാണ്. പ്രിൻസ് ആണെങ്കിലും എപ്പോഴും വലിയ ഫ്ലോറൽസ് ഒക്കെയാണ് കൂടുതലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത്തവണ കുറച്ച് സട്ടിലായിട്ട് ബട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ബട്ടൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കത് ഇടാനും റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. എ ലൈൻ പാറ്റേൺ ആണ്. ബാക്ക് പോർഷനും പ്ലെയിൻ എ ലൈൻ ആണ് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ്. യെല്ലോയിലേക്ക് നമ്മൾ നെക്കിലേക്ക് ട്രാൻസ്പെറൻറ്റ് നെറ്റ് കൊടുത്തിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുഞ്ഞ് ഫ്ലോറൽ പ്രിൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് ആണ്. വാഷിങ്ങിലൊന്നും പോകത്തില്ല, നമുക്ക് അത്യാവശ്യം റഫ് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഹാൻഡ് വർക്ക് ഒന്ന് കെയർ ചെയ്ത് യൂസ് ചെയ്യണം. പാർട്ടി വെയർ ആണെങ്കിലും സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഐറ്റാണ്. ആർക്കിട്ടാലും ചേരുന്നൊരു ഐറ്റാണിത്. നമുക്ക് കൂടുതലും എക്സൽ, ഡബിൾ എക്സൽ ആ സൈസസുകാരും ഇത് യൂസ് ചെയ്യാറുണ്ട്. സോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐറ്റാണിത്. മീഡിയംകാർക്കും സ്മോളുകാർക്കും വേണമെങ്കിൽ മീഡിയം എടുത്ത് ഓർഡർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. ഇതിൻ്റെ പ്രിൻസ് ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസ് ആണ്. കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് നമ്മൾ പ്രിൻസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതും ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് കൊണ്ടുവരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ എ ലൈൻ ആണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. നല്ലൊരു ഐറ്റാണ്. കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. അല്ലെങ്കിൽ നമുക്കൊരു പേസ്റ്റൽ ഗ്രീൻ എന്നോ അല്ലെങ്കിൽ ഒരു പിസ്ത ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡ് എന്നോ പറയാം. നല്ല റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ്, ഹെവി ആയിട്ടുള്ള വർക്കാണ്. യൂഷ്വലി നമ്മൾ ജുവൽ നെക്കിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെക്കാൾ ഡബിൾ വർക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കളർ കോമ്പിനേഷൻ സട്ടിലായതുകൊണ്ട് തന്നെ ഹാൻഡ് വർക്ക് നമ്മൾ റിച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് നെക്കിലേക്കാണ് വരുന്നത്. 845 ആണ് റേറ്റ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ടോപ്പ് ലെങ്ത് വരുന്നത് 47+ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ജുവൽ നെക്കിനൊക്കെ നമുക്ക് എപ്പോഴും ഡിമാൻഡുള്ള ഐറ്റമാണ്. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഓർഡേഴ്സ് ആണെങ്കിൽ അതിൽ കുറച്ച് ഡിലേ ഉണ്ടാവും. ഒത്തിരി മെസ്സേജസ് വരുമ്പോൾ നമ്മളത് റിപ്ലൈ കൊടുത്ത് വരുമ്പോൾ മേ ബി ആ ടൈമിൽ സ്റ്റോക്ക് ഔട്ട് ആവും. നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഐറ്റം ഇല്ല എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്. കൂടുതൽ ബുക്കിംഗ്സ് നമുക്ക് വെബ്സൈറ്റ് വഴി പോകുമ്പോൾ പെട്ടെന്ന് ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ്. സോ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ മിസ് ആവാതിരിക്കാൻ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യും.